വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പീസ് മൈക്രോ ഗ്രീൻസ് എങ്ങനെയാണ് സോ ചെയ്യുന്നത് എന്നാണ്. സോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ നോർമലി വീട്ടിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ കുതിർത്ത് വെക്കാറുണ്ട്, വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട്. അതേപോലെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രേ എടുത്തിട്ട് ചകിരിച്ചോറ് നിറയ്ക്കാം, കൊക്കോപ്പീറ്റ് ഫില്ല് ചെയ്തിട്ട് ഈവൻലി ആ ട്രേ നിറച്ചും ഈവൻലി ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിത്ത് കുതിർത്ത് കഴിഞ്ഞിട്ടുള്ള വിത്ത് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓവർലാപ്പ് ആവരുത്. ഒരു വിത്തിൻ്റെ മുകളിൽ വേറെ വിത്ത് വന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഗ്രോത്തിനെ ബാധിക്കും. സോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ഈവനായിട്ട് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ തന്നെ ഒരു ഈവനായിട്ട് വന്നോളും. അപ്പം ഈ വിത്തുകളൊന്നും പീസിൻ്റെ വിത്തുകളൊന്നും അത്ര ബുദ്ധിമുട്ടില്ല. ബാക്കി വിത്തുകളാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവുക. ഇത് നോർമൽ സെയിം രീതിയിലാണ് വരിക. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ചെയ്യും. ടോപ്പ് വാട്ടറിംഗ് എന്ന് പറയും. നമ്മളൊരു മിക്സ്ചർ എടുത്തിട്ട് ഫുള്ളി വാട്ടർ ചെയ്ത് കൊടുക്കും ഈവൻലി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രേ വെച്ച് കവർ ചെയ്തിട്ട് നമ്മളെ ഗ്രോ റാക്ക് ഉണ്ട്. നമ്മൾ എല്ലാ ഇതും ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റാക്കിൻ്റെ മുകളിലാണ് വെക്കുക. ഇതിന് ഗ്രോ റാക്ക് എന്നാണ് പറയുക. സോ അതിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് താഴെയും കാണാം, വേറെ 2-3 ട്രേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽ ഒരു 1 ഡേ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഗ്രോത്താണ്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് സ്പ്രൗട്ടഡ് ആണ്. എന്നപ്പം ഇത് ഇതേപോലെ ഒരു 7 to 10 ഡേയ്സിനെ കൊണ്ടാണ് ഫുള്ളി ഗ്രോൺ മൈക്രോ ഗ്രീൻസ് ആവുന്നത്. ഇനി ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളി ഗ്രോൺ പീസ് മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു വീഡിയോ ഇടുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ്.